എങ്ങനെ വേണമെങ്കിലും ഒടിച്ചു മടക്കിയെടുക്കാവുന്ന നല്ല സോഫ്റ്റ് ദോശ. രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം വരെയും ഇതേപോലെ സോഫ്റ്റായിട്ടിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ. രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇതുപോലെ ദോശ ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം കുട്ടികൾ വരുമ്പോൾ ഇതേപോലെ സോഫ്റ്റായിട്ട് ഉണ്ടാവും. ഇങ്ങനെ നല്ല സോഫ്റ്റ് ദോശ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ മാവും അതുപോലെ സോഫ്റ്റായിരിക്കണം. നന്നായി ഇങ്ങനെ പതഞ്ഞ് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന മാവ്. ഇതുപോലത്തെ മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് അതേപോലെ നല്ല സോഫ്റ്റ് തട്ടിൽ കുട്ടി ദോശ എന്നൊക്കെ പറയാവുന്ന പോലെ നല്ല കുട്ടി കുട്ടി ദോശകൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് ഈ മാവ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. അരിയൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫൈനായിട്ടുള്ള അരി എടുക്കാൻ ശ്രദ്ധിക്കണം. പഴക്കമുള്ള അരിയൊന്നും എടുക്കരുത്. പിന്നെ 1 കപ്പ് പുഴുക്കല്ലരി, ഞാൻ ഇഡ്ഡലി റൈസാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊഴിച്ച് മിനിമം 4 മണിക്കൂറെങ്കിലും കുതിർത്തി വയ്ക്കുക. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ 1/2 കപ്പ് ചോറും കൂടി ചേർക്കണം. ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അരയ്ക്കുക. അരച്ച മിശ്രിതം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് മിക്സിയുടെ ജാറൊക്കെ കഴുകിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആവശ്യമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് കലക്കി വയ്ക്കാം. കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു തവി കൊണ്ടോ നമുക്കിത് ഇളക്കി വയ്ക്കാവുന്നതാണ്. 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഇത് നന്നായിട്ടിങ്ങനെ നന്നായി ഇളക്കി വയ്ക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ച് അവിടെ വയ്ക്കുക. ഞാനിത് രാത്രിയാണ് വെക്കുന്നത്. രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് നമുക്ക് കിട്ടും. പതഞ്ഞിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ് കിട്ടിയിട്ടുള്ളത്. ഇനി സാധാരണ പോലെ ഒരു ദോശ തവ അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം ഇതിൽ നിന്ന് ഒരു തവി മാവെടുത്ത് കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തിയെടുക്കുക. ഇത് അധികം വലിയ ദോശയായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഇങ്ങനെ കുട്ടി ദോശയായിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ ബബിൾസൊക്കെ ഇങ്ങനെ വരുന്ന ഒരു സമയമുണ്ടല്ലോ, ഈ മോൾഭാഗം ഒന്നിങ്ങനെ വെന്ത് വരുന്ന സമയത്ത് ഇത് മറിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും വെന്തു. ഇനി ഇത് വാങ്ങി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ തട്ടിൽ കുട്ടി ദോശയും അതിനുവേണ്ടി തയ്യാറാക്കിയ മാവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്ന തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.